തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുവചനവുമായി ഈ ഒരു ദിവസം കൂടി നിൽക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നിരിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 1-ാം സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. 1-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. 1-ാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്നാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ 2 കൂട്ടം കാര്യങ്ങളാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എങ്ങനെയെല്ലാം നടക്കരുത്, എങ്ങനെ നടക്കണമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ ആദ്യമായി നാം വായിച്ചു ദുഷ്ടന്മാരുടെ ആലോചന. ദുഷ്ടനെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതെല്ലാം പിശാചിൻ്റെ സ്വാധീനത്തിൽ ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന, ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന മനുഷ്യനെയാണ് ദുഷ്ടനെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. പിശാചിൻ്റെ കരങ്ങളിൽ അമർന്നുപോയ മനുഷ്യ ജീവിതങ്ങൾ. ദൈവത്തിൻ്റെ സ്തോത്രം. പിശാച് ഒരിക്കലും നേരിട്ട് പ്രവർത്തിക്കുന്നില്ല. അവൻ പാവപ്പെട്ട മനുഷ്യനിലൂടെയാണ് പാപം ചെയ്യിക്കുന്നതും പാപപ്രവൃത്തികളിലേക്ക് മനുഷ്യനെ നയിക്കുന്നതും. അങ്ങനെ പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെയാണ് ദുഷ്ടനെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ടു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന്. അവിടെ പ്രധാനമായും 3 കൂട്ടം ആളുകളെക്കുറിച്ചാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. 1 ദുഷ്ടൻ, 2 പാപി, 3 പരിഹാസി. ദൈവത്തിന് സ്തോത്രം. 3 പേരും പിശാചിൻ്റെ സ്വാധീന വലയത്തിലുള്ളവരാണ്. ദുഷ്ടൻ എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കും, സാധാരണ മനുഷ്യരാരും ചിന്തിക്കുകയില്ല ഞാനൊരു ദുഷ്ടനാണ്, അല്ലെങ്കിൽ ദുഷ്ടൻ്റെ സ്വാധീന വലയത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. മാനുഷികമായി മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കഠോരമായ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ദുഷ്ടന്മാരെന്ന് മനുഷ്യൻ ചിന്തിക്കും. വലിയ കൊലപാതകങ്ങളും ഭവനവേദനകളും കവർച്ചകളും അതുപോലുള്ള എണ്ണപ്പെട്ട പാപങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന അവരാണ്, കഠിനമേറിയ പാപത്തിൽ ജീവിക്കുന്നവരാണ് ദുഷ്ടന്മാരെന്ന് ചിന്തിക്കും. എന്നാൽ പിശാചിൻ്റെ കരങ്ങളിൽ അമർന്നു പോയ ഏതൊരു മനുഷ്യനും ദുഷ്ടൻ്റെ സ്വാധീന വലയത്തിലാണ്. അവനെ ദുഷ്ടനായിട്ടാണ് തിരുവചനം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. തിരുവചനത്തിൽ പഴയത്തിൽ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സോദോമിലെ ജനങ്ങൾ ദുഷ്ടന്മാരായിരുന്നു. അവർ ദൈവസന്നിധിയിൽ യഹോവയുടെ മുമ്പാകെ മഹാപാപികളായിരുന്നു എന്ന്. ആരാണ് ദുഷ്ടന്മാർ? ദൈവത്തിൻ്റെ മുമ്പാകെ പാപികളായിരിക്കുന്നവർ, ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർ, അവരാണ് ദുഷ്ടന്മാരെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. നാം വായിച്ചു കേട്ടു ഈ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് എന്ന്. 2ാമത് എഴുതിയിരിക്കുന്നു പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന്. ദുഷ്ടൻ നടക്കുന്നു, പാപി നിൽക്കുന്നു, പരിഹാസി ഇരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. 3ഉം ദുഷ്ടൻ്റെ സ്വാധീന വലയത്തിലുള്ളവർ തന്നെയാണ്. ദുഷ്ടന് അവൻ്റേതായ ആലോചനയുണ്ട്, പാപിക്ക് തൻ്റേതായ വഴിയുണ്ട്, പരിഹാസിക്ക് തൻ്റേതായ ഇരിപ്പിടമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യനെ ഓർപ്പിക്കുകയാണ്, ഈ 3 കാര്യങ്ങളിലും ഒരു ദൈവം ഇതിൽ ഒരിക്കലും ഇടപെട്ടു പോകരുത് എന്ന്. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാനും ഇടവരരുത് എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വീഴ്ചകളാണിത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് മനുഷ്യൻ കരുതലുള്ളവനായി ജീവിക്കണമെന്ന്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ദുഷ്ടന്മാരുടെ, ദൈവമില്ലാത്തവരുടെ, ദൈവവിരോധികളായവരുടെ ആലോചനയ്ക്ക് ഒരിക്കലും നാം വഴിപ്പെട്ടു പോകരുത്, വശംവദരായി തീരരുത് എന്ന്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത് എന്ന്. പാപത്തിലേക്ക് മനുഷ്യനെ സ്വാധീനിക്കുന്ന പാപത്തിൻ്റെ വഴികളിൽ നാം ഒരിക്കലും ചെന്നു പറ്റരുത്, അവിടെ നിൽക്കരുത് എന്ന്. പരിഹാസി
ആരാണ് പ്രിയപ്പെട്ടവരെ? അവൻ പരിഹാസിക്ക് തൻ്റേതായ ഇരിപ്പിടമുണ്ട്. അവൻ ദൈവവചനത്തെയും ഈ ഭൂമിയിൽ എന്തിനേയും പരിഹസിക്കുന്നവനാണ്. ദൈവീക വഴികളെയും പ്രിയപ്പെട്ടവരെ എന്തിനേയും പരിഹസിക്കുന്നവനാണ് പരിഹാസി. പിശാചിൻ്റെ കരങ്ങളിൽ അമർന്നു പോയവൻ. ദൈവത്തിന് സ്തോത്രം. ഈ പരിഹാസിയെക്കുറിച്ച്, ദുഷ്ടനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ദുഷ്ടന്മാരുടെ പാതയിൽ ഒരു ദൈവവേദന ഒരിക്കലും ചെല്ലരുത്. ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയുമരുത്. ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയുമരുത്. അതിനോട് അകന്നു നിൽക്കുക. ദുഷ്ടന്മാരുടെ വഴികളോടും ദുർജനത്തിന്റെ പാതകളോടും ഒരു ദൈവവേദിയിൽ എന്നും അകന്നു നിൽക്കണമെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ദൈവമക്കളെ, നാം ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമ്മുടെ കൂട്ടുകെട്ട് ആരുമായിട്ടാണ്? നമ്മുടെ ആലോചനക്കാർ ആരുമാണ്? നാം എവിടെയാണ് ഇരിക്കുന്നത്? നാം ഏത് വഴികളിലാണ് നടക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ 3 കൂട്ടം കാര്യങ്ങൾ ഒരിക്കലും ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ കടന്നു വരരുത് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നാൽ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് താഴോട്ട് വായിക്കുമ്പോൾ കാണാം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ഒരു ഭക്തൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അവൻ യഹോവയുടെ ന്യായപ്രമാണം അതിൽ സന്തോഷിക്കണം, അത് രാപ്പകൽ ധ്യാനിക്കണം. അവനാണ് ഭാഗ്യവാനെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവവചനം നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം നമുക്ക് മാധുര്യമുള്ളതായി തോന്നുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് നമുക്ക് പ്രമോദമായി തോന്നുന്നുണ്ടോ? ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മുടെ ഹൃദയം കൊതിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവത്തോടുകൂടി ഇരിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, യഹോവയുടെ വചനം ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ദൈവവേദനെ ധ്യാനിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ജീവന്റെ പ്രമാണമാണ് ന്യായപ്രമാണം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു ദൈവവേദനെ എപ്പോഴും ധ്യാനിക്കുവാനുള്ള ഒരേ ഒരു വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ വചനം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീനെന്ന്. ദൈവത്തിന് ദൈവമക്കളെ, ഒരു ദൈവവേദനെ ധ്യാനിക്കുവാനുള്ള വിഷയം ഈ ലോകത്തിലെ കാര്യങ്ങളോ മറ്റുള്ളവരുമായ കൂട്ടുകെട്ടിലോ ഈ ലോകത്തിലെ ഏതെങ്കിലും പ്രമോദങ്ങളിലോ ഒന്നുമല്ല. പിന്നെയോ എപ്പോഴും ധ്യാനിക്കാനുള്ളത് പാപിയായി എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ത്യാഗമരണമേറ്റ, പ്രാതിനിധ്യ മരണമേറ്റ, എനിക്ക് വേണ്ടി നിന്നയേറ്റ, എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്ന ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അംഗീകാരമില്ലാത്ത, ആരുടെ മുമ്പിലും വിലയില്ലാത്തവനായി, എല്ലാവരാലും അവഗണനയേറ്റവനായി, ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും പ്രിയപ്പെട്ടവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവനായി ജീവിച്ച് കടന്നുപോയ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഞാൻ ധ്യാനിക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റക്കാരനെ പോലെ, ഒരു നീചനെ പോലെ മരിക്കേണ്ടി വന്ന യേശുക്രിസ്തുവിനെ ധ്യാനിക്കണമെന്നാണ്. ദൈവമക്കളെ, നമ്മുടെ ധ്യാന വിഷയം എന്താണ്? നമ്മുടെ ചിന്താ വിഷയം എന്താണ്? എപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ ആലോചന എന്താണ്? നമുക്കൊരു ഏകാഗ്രതയുള്ള ഹൃദയമുണ്ടോ? നമുക്ക് കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കാൻ ആഗ്രഹമുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയും, ദൈവത്തിൻ്റെ സ്തോത്രം, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ പിന്നെയും ഭയപ്പെടുന്നു എന്ന്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം വഷളായി പോകാനിടയുണ്ട്. ക്രിസ്തുവിനോടുള്ള നിർമ്മല കന്യയായി ജീവിക്കേണ്ട നമ്മുടെ ഹൃദയത്തിൽ അരുമ മണവാളന
കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ആ ഏകാഗ്രതയും നിർമ്മലതയും വിടുമ്പോൾ നമ്മുടെ ഹൃദയം വഷളായി പോകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, കൊലപാതകം ചെയ്യുമ്പോഴല്ല, വ്യഭിചാരം ചെയ്യുമ്പോഴല്ല, ഈ ലോകത്തിൽ ഏതെങ്കിലും പാപം ചെയ്യുമ്പോഴല്ല, പിന്നെയോ ക്രിസ്തുവിനോടുള്ള ആ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മുടെ ഹൃദയം ലോകത്തിലേക്ക് പോകുമ്പോൾ അത് വഷളായി പോകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അപ്പോസ്തലൻ ഭയപ്പെടുകയാണെന്ന്. എന്ത്? കോരിന്ത്യയിലെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളിനിയും ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളത്വത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ പിന്നെയും ഭയപ്പെടുകയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ വചനം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ 1-ാം സങ്കീർത്തനത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആരാണ് ഭാഗ്യവാനെന്ന്. തിരുവചനം നാം പഠിക്കുമ്പോൾ അനേക ഭാഗ്യവാന്മാരെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കർത്താവ് തന്നെ മലപ്രസംഗത്തിൽ അവിടെ അനേക ഭാഗ്യവാന്മാരെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. എന്നാൽ 32-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയും, അവിടെ ഒരു ഭാഗ്യവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമക്കളെ, ദാവീദ് പറയുകയാണ്, പാപമില്ലാഞ്ഞിട്ടല്ല, കാപട്യമില്ലാഞ്ഞിട്ടല്ല, എന്നാൽ യഹോവ അതെല്ലാം ക്ഷമിച്ച് അതെല്ലാം മറച്ച് എനിക്ക് പാപമോചനം തന്നതുകൊണ്ട് ഞാനൊരു ഭാഗ്യവാനാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പറയുന്നതാണ്, എൻ്റെ ലംഘനം ക്ഷമിച്ച് കിട്ടി, എൻ്റെ പാപം മറച്ചു കിട്ടിയെന്ന്. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, എത്രയോ നാളുകളായി നാം തിരുവചനം കേൾക്കുന്നവരാണ്, എത്രയോ നാളുകളായി നാം കൂട്ടായ്മകളിൽ ചേർന്ന് നിൽക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ആ ഹൃദയത്തിലൊരു ഉറപ്പുണ്ടോ? ദാവീദിനോട് ചേർന്ന് പറയാൻ കഴിയുമോ, എനിക്ക് ലംഘനം ക്ഷമിച്ചു കിട്ടിയെന്ന്, എൻ്റെ പാപം മറച്ചു കിട്ടിയെന്ന്, എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം കരുണയുള്ള കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി കിട്ടിയെന്ന്. ദൈവമക്കളെ, അവരാണ് ഭാഗ്യവാന്മാര്, അവരാണ് സ്വർഗത്തിൽ വിലയുള്ളവര്. ഈ ഭൂമിയിലെ സമ്പത്തുള്ളവരല്ല, ഇവിടെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരല്ല, ഇവിടെ വിലയേറിയ കാറുകളും വീടുകളും ഉള്ളവരല്ല, പ്രിയപ്പെട്ടവരെ നല്ല ബുദ്ധി സാമർഥ്യമുള്ള മക്കളുള്ളവരല്ല. ഈ ലോകത്തിലെ നേട്ടങ്ങളെല്ലാം നല്ലത് തന്നെ ദൈവമക്കളെ. എന്നാൽ ആരാണ് ഭാഗ്യവാൻ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമക്കളെ, ചിന്തിച്ചു നോക്കി, ഇന്ന് എന്തെല്ലാം ഉണ്ടെങ്കിലും ആ ദാവീദ് പറഞ്ഞതുപോലുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഭാഗ്യങ്ങളൊക്കെ ഈ ലോക ജീവിതത്തിൽ തീർന്നു പോകും, മരണത്തോടെ തീർന്നു പോകും. എന്നാൽ ദാവീദ് വർണ്ണിക്കുന്ന ലംഘനം ക്ഷമിച്ച് കിട്ടിയ, പാപം മറച്ചു കിട്ടിയ, യഹോവ അകൃത്യം കണക്കിടാതിരിക്കുന്ന ആ ഭാഗ്യകരമായ അവസ്ഥയിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് മരണത്തിനപ്പുറമുള്ള പ്രത്യാശയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ശോഭനമായ ഭാവിയുള്ളൂ. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ആ ഒരു ഉറപ്പുണ്ടോ എന്ന്. ദൈവമക്കളെ, ഞാൻ പറയും, ഇന്ന് നിങ്ങൾക്ക് ആ ഉറപ്പില്ലെങ്കിൽ, എൻ്റെ സഹോദര, ഇന്ന് നിനക്ക് ആ ഉറപ്പില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഇന്നും ആ ഉറപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ, ഇനി ഒരു നിമിഷം പോലും വൈകരുത്. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുക, കുറവുകളെല്ലാം ഏറ്റുപറയുക. മറ്റുള്ള കാര്യം അറിയാം, യേശുവിൻ്റെ കാൽപാദം കണ്ണുനീരുകൊണ്ട് കഴുകിയതുപോലെ ദൈവത്തിലേ നീ അവൻ്റെ കാൽപാദം കഴുകിയാൽ, നിന്റെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞാൽ, കർത്താവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പാപം ക്ഷമിച്ചു തരുന്നവനാണ് യേശു. ദൈവമക്കളെ, ആരും പാപഭാരം കൊണ്ട് നിരാശപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം വീണ്ടെടുപ്പായി, സമാധാനമായി, പാപമോചനമായി, നിത്യജീവനായി നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആരും പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. അവൻ്റെ രക്തത്തിന് കഴുകാൻ കഴിയാത്ത ഒരു പാപം ചെയ്തവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നില്ല. ഏത് പാപിയെയും സ്നേഹിക്കുന്ന കാൽവറിയിലെ സ്നേഹം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നീതിമാന് ധ്യാനിക്കുവാനുള്ളത് യേശുക്രിസ്തുവിൻ്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു, രാപ്പകൽ ധ്യാനിക്കുന്നു. ജീവിതത്തിലെ സൗഭാഗ്യത്തിൻ്റെ പകലുകളിൽ വായിച്ചത്, ധ്യാനിച്ചത് കഷ്ടതയുടെ രാത്രികളിൽ ധ്യാനിക്കുകയാണ്. ഈ വചനം നീതിമാന് ജീവൻ്റെ അപ്പവും
മായമില്ലാത്ത പാലുമാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നതാണ്, ദൈവത്തിന് സ്തോത്രം, നീതിമാൻ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു, രാപ്പകൽ ധ്യാനിക്കുന്നു. ജീവിതത്തിലെ സൗഭാഗ്യത്തിൻ്റെ കാലങ്ങളിൽ വായിച്ചത് കഷ്ടതയുടെ രാത്രികളിൽ ധ്യാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഒരു ഭക്തന് ഈ വചനം, നീതിമാന് ജീവൻ്റെ അപ്പവും മായമില്ലാത്ത പാലുമാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് മാധുര്യമുള്ളതാണോ? ഈ വചനം നാം ധ്യാനിക്കാറുണ്ടോ? അവൻ്റെ പാദപീഠത്തിൽ നാം ഇരിക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കാറുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത കർത്താവിനെ നാം നന്ദിയോടെ സ്തുതിക്കാറുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് നടക്കുന്നത് ദുഷ്ടന്മാരുടെ സ്വാധീനമുള്ള വഴികളിലാണോ? നാം ഇന്ന് ഇരിക്കുന്നത് പരിഹാസികളുടെ ഇരിപ്പിടത്തിലാണോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപികളോട് ചേർന്നാണോ നടക്കുന്നത്? ദൈവമക്കളെ, ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ ഇതെല്ലാം ഈ ലോകത്ത് ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. ഏത്? ഈ നീതിമാനും ദുഷ്ടനും പരിഹാസിയും പാപിയുമെല്ലാം ഇവിടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ദൈവമക്കളെ, എല്ലാം ഒരുമിച്ച് വളരുന്ന ഒരു വയലിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിയാത്തവനും ദൈവമക്കളും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു കൂട്ടായ്മയിലാണ് ഇരിക്കുന്നത്, ഒരു വചനമാണ് കേൾക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ രണ്ട് അനുഭവമാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവമക്കളെ ഇങ്ങനെ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു അകൽച്ചയുണ്ട് എന്ന് ഞാൻ പറയും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് രണ്ടും തമ്മിൽ ഒരകലമുണ്ട് എന്ന് ഞാൻ പറയും. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ മാനസാന്തരപ്പെട്ട കാലത്ത് എനിക്ക് ലോകപ്രകാരം അനേക കൂട്ടുകാരുണ്ടായിരുന്നു. നല്ലവരായ കൂട്ടുകാരും പാപത്തിലേക്ക് വലിച്ചഴിക്കുന്ന സ്വാധീനമുള്ള കൂട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചേർന്ന് പാപ വഴികളിലൊക്കെ ജീവിച്ച ഒരു കഴിഞ്ഞകാലം ഈ നിസ്സാരനായി എനിക്കുണ്ട്. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ആദ്യകാലത്തൊക്കെ എൻ്റെ ഉള്ളിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു, ഇനി എങ്ങനെ അതൊക്കെ അഭിമുഖീകരിക്കുമെന്ന്. എന്നാൽ ഞാനിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അവർക്ക് എന്നെ കാണുമ്പോൾ ഒരു അകൽച്ചയുണ്ട്, എനിക്ക് അവരെ കാണുമ്പോൾ ഒരു അകൽച്ചയുണ്ട്. അതിലധികമായ ഒരു വഴക്കോ ഒന്നുമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് പറ്റി ചേർന്നിരുന്നവരിന്ന് അല്പം അകലത്തിലാണെന്ന് ഞാൻ പറയും. ഒരു കാലത്ത് അവരോട് കൂടെ നടന്നതാണ്, അവരുടെ സ്വാധീനത്തിലായിരുന്നു. എന്നാൽ ദൈവമക്കളെ, ഇന്ന് ഞാൻ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിലാണ്, അവൻ്റെ കൃപയുടെ വലയത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും, മകനെ, നീ പോകേണ്ട വഴി ഏതാണെന്ന്, നിനക്ക് നടക്കാവുന്ന വഴി ഏതാണെന്ന്, എത്രത്തോളം ചേരാമെന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിലെ മനുഷ്യനെ എല്ലാം വിട്ടു പോകാൻ നമുക്ക് കഴിയില്ല. എന്നാൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ബോധ്യമുണ്ടായിരിക്കണം, ഞാൻ ആരാണെന്ന്, എനിക്ക് എവിടം വരെ ഇറങ്ങി ചെല്ലാമെന്ന്, എനിക്ക് ആരോടെല്ലാം കൂട്ടുകൂടാമെന്ന്. ദൈവമക്കളെ, മനുഷ്യന് എപ്പോഴും ഉൾബോധ്യമുണ്ടായിരിക്കണം, ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരു വിലയുള്ള ദൈവവൈതലാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവമക്കളെ, ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം ഈ ലോകത്തിൻ്റെ വഴികളിലേക്ക് ഒന്നും അധികം ഒഴുകിപ്പോകാതെ നമ്മെ കാത്തു പരിപാലിക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന. ദൈവമക്കളെ, ദുഷ്ടന്മാരുടെ ആലോചനയ്ക്കൊക്കെ നടന്നൊരു കാലമുണ്ട്, പാപികളുടെ വഴിയിൽ നടന്ന കാലമുണ്ട്, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരുന്ന എത്രയോ കാലങ്ങളുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് എന്തിനേയും പരിഹസിക്കാം, ആരെയും വിമർശിക്കാം, ആരെയും ചോദ്യം ചെയ്യാം, ഒന്നിനെയും കൂസാത്തൊരു കാലം. എന്നാൽ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാവുന്നതും നമുക്ക് നിൽക്കാവുന്നതും നമുക്ക് കൂട്ടുകൂടാവുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമുക്ക് ബോധ്യം കിട്ടും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആലോചന കിട്ടുന്നുണ്ടോ? നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നു കൊള്ളുക എന്ന് ഒരു ശബ്ദം കേൾക്കുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളങ്ങനെ ഒരു ആലോചന ചോദിക്കാറുണ്ടോ? കർത്താവേ, ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? ഏത് വഴിയിലൂടെയാണ് ഞാൻ പോകേണ്ടത്?
പോകേണ്ടത്? ആരെയാണ് ഈ കാര്യത്തിന് ഞാൻ ആശ്രയിക്കേണ്ടത്? ആരോടാണ് ഒരു ആലോചന ചോദിക്കേണ്ടത്? ദൈവമക്കളെ, പലപ്പോഴും മനുഷ്യനതൊന്നും ചോദിക്കുന്നില്ല, ദൈവമുഖത്തേക്ക് നോക്കുന്നില്ല. കർത്താവേ, ഈ കാര്യത്തിൽ എന്താണ് മുമ്പോട്ടുള്ള പോംവഴിയെന്ന് ആരും തിരക്കാറില്ല. മനുഷ്യൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന പോലെയെല്ലാം ലോകത്തിൻ്റെ വഴികളിലും ലോകത്തിൻ്റെ ആലോചനകളുമെല്ലാം കേട്ട് പലപ്പോഴും മനുഷ്യൻ അവതാളത്തിൽ ചെന്ന് പറ്റുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു അവതാളത്തിൽ വീണാൽ പിന്നെ കരകയറി പോരുവാൻ അത്ര എളുപ്പമല്ല എന്ന് ഞാൻ പറയും. ചിലപ്പോൾ ഒരു ആലോചനയുടെ കുഴപ്പമായിരിക്കും, ചിലപ്പോൾ ഒരു വേണ്ടതുപോലെ കരുതാതെ പോയത് കൊണ്ടായിരിക്കും. എന്നാൽ നാം ഒരു അബദ്ധത്തിൽ വീണുപോയാൽ പിന്നെ അവിടെ നിന്ന് കയറിപ്പോരാൻ അത്ര എളുപ്പമല്ല പ്രിയപ്പെട്ടവരെ. ചിലപ്പോൾ നാളുകൾ അവിടെ കിടക്കും, ചിലപ്പോൾ നാളുകൾ നാം വലഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയം മുരടിച്ചു പോകും. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ചെന്ന് പറ്റിയ ഏതെങ്കിലും സാഹചര്യങ്ങൾ സഹോദര നിന്റെ ആത്മീയ ജീവിതത്തെ തളർത്തിക്കളഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവത്തിലേ, നിന്റെ ഏതെങ്കിലും ഈ ലോകത്തിലെ വരുമാന മാർഗങ്ങൾ നിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നുണ്ടോ? നിന്റെ ഏതെങ്കിലും കൂട്ടുകെട്ടുകൾ നിന്റെ ആത്മവീര്യം കെടുത്തിക്കളയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നാം നോക്കണം, നാം പരിശോധിക്കണം. എൻ്റെ മുമ്പോട്ടുള്ള ആത്മീയ ജീവിതത്തിന് തടസ്സമായത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യാവസ്ഥ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ദാവീദ് തൻ്റെ ജീവിതത്തോട് ചേർത്താണ് പറയുന്നത്, എൻ്റെ പാപം ക്ഷമിച്ച് കിട്ടിയെന്ന്, എൻ്റെ ലംഘനം ക്ഷമിച്ച് കിട്ടിയെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. 32-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയും, ഞാൻ എൻ്റെ പാപം യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്ന്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഒരു മാനസാന്തരമുള്ളവനും ഒരു സമർപ്പണമുള്ളവനും ചിലപ്പോൾ തെറ്റുപറ്റാൻ. ദൈവമക്കളെ, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഓഫീസിൽ ചെല്ലേണ്ട കാര്യം വന്നു. അവിടെ അല്പസമയമൊക്കെ നിന്നു. ഈ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥത. ഞാൻ ചെന്ന കാര്യം പെട്ടെന്ന് നടന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പോരുന്ന വഴിയിൽ കാറിലിരുന്ന് പോരുമ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഹൃദയം ശൂന്യമായി പോയി എന്ന്, എൻ്റെ ഹൃദയത്തിലെ സ്വസ്ഥത പോയി എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കത് മനസ്സിലായി. ഞാൻ ആ കാറിലിരുന്ന് തന്നെ, എൻ്റെ കൂടെ കാറിലിരുന്നവരൊന്നും ആരും അറിഞ്ഞില്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞു, അപ്പാ, എനിക്ക് തെറ്റുപറ്റി പോയി എന്ന്, എൻ്റെ ഹൃദയം മുഷിഞ്ഞു പോയി എന്ന്, എൻ്റെ ഹൃദയം വാടിപ്പോയി എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവേ, നിൻ്റെ പാവത്തോടെ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ആ കാറിലിരുന്ന് ഏകാന്തതയിൽ ആരും അറിയാതെ എൻ്റെ സ്വർഗത്തിലെ അപ്പനോട് പറഞ്ഞു, അപ്പാ, ഞാൻ തെറ്റുപറ്റിയവനാണെന്ന്, എൻ്റെ സ്വസ്ഥത പോയി എന്ന്, എൻ്റെ ഹൃദയത്തിൽ ശൂന്യത വന്നു എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യഥാസ്ഥാനപ്പെടുത്തുന്ന യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട്. ദൈവമക്കളെ, തെറ്റുപറ്റിയെന്ന് നാം തിരിച്ചറിഞ്ഞാൽ, ദൈവമക്കളെ, എന്തിനാണ് നമ്മുടെ ദൈവസാന്നിധ്യം മാറിപ്പോകുന്നത്? എന്തിനാണ് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്നത്? ഞാൻ പറയും, ദൈവമക്കളെ, നമുക്ക് തെറ്റുപറ്റിയെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ കുറവുകൾ നാം മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് യഥാസ്ഥാനപ്പെടാൻ കഴിയുള്ളൂ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൂടെ ഇരുന്ന് നടത്തുന്നവനായ ഒരു യേശു ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കരം പിടിച്ച് നടത്തുന്നവനായ ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും എല്ലാം ഇറക്കി വെച്ച് കുരിശിലേക്ക് നോക്കി അപ്പാ എന്ന് വിളിക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്ന, നമ്മുടെ മേൽ ആണിപ്പാടുള്ള കരം വയ്ക്കുന്ന, നമ്മെ തിരുരക്തം കൊണ്ട് കഴുകുന്ന യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നുണ്ട്. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ യഹോവയുടെ വചനം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ, അവനെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ ആറ്റരികത്തിൽ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയാകുന്നുവെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ചേർത്ത് വായിക്കാം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ ആറ്റരികത്ത് വേരൂന്നിയതുമായ ഒരു വൃക്ഷം പോലെയാകുന്നു. വായിച്ചോ. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും
വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. വരൾച്ചയുള്ള പ്രിയപ്പെട്ടവരെ, ഉഷ്ണമോ വേനലോ കാലാവസ്ഥ വ്യതിയാനങ്ങളൊന്നും ആ വൃക്ഷത്തെ ബാധിക്കുകയില്ല. കാരണം അത് ആറ്റരികത്ത് നട്ടിരിക്കുകയാണ്. അതിൻ്റെ വേരാഴത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നാം ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണോ എന്ന്. ഏതാറ്റരികത്താണ് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധാത്മാവാകുന്ന ആ ജീവജലത്തിൻ്റെ അരികിൽ നമ്മുടെ വേരൂന്നി നിൽക്കണം ദൈവമക്കളെ. വറ്റിപ്പോകാത്ത, കുറഞ്ഞു പോകാത്ത, ഒഴുകും തോറും എത്തി വരുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, കുറഞ്ഞു പോകാത്ത ആ നീരുറവയുടെ അരികിലാണ് ദൈവം നമ്മെ നട്ടിരിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവമക്കളെ, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ തിരുവചനം രാപ്പകൽ ധ്യാനിച്ച്, എൻ്റെ കർത്താവേ, നിൻ്റെ കുരിശോട് ചേർന്നിരുന്ന് നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം ജീവിച്ച്, കർത്താവേ, ഈ ലോക ജീവിതത്തിനപ്പുറം ഭാഗ്യകരമായ കഴിഞ്ഞ കാലത്ത് ജീവിച്ച് കടന്നുപോയ ഭക്തന്മാരായ വിശുദ്ധന്മാരായ ദൈവമക്കളോട് ചേർന്ന്, കർത്താവേ, അടിയങ്ങൾക്ക് നിന്നെ ആരാധിക്കുവാനുള്ള ആ ഭാഗ്യ പദവി ഞങ്ങൾക്ക് തരണമേ. അതിനായി ഞങ്ങളുടെ ജീവിതം ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.